കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മെക്കാനിസം ഓഫ് ആൻറ്റിബോഡി ഫങ്ഷൻസിൻ്റെ 5 തരത്തിൽ ആൻറ്റിബോഡി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ആദ്യത്തെ 3 ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തത് അഗ്ലൂട്ടിനേഷൻ, രണ്ടാമത്തത് പ്രെസിപ്പിറ്റേഷൻ, മൂന്നാമത്തത് ന്യൂട്രലൈസേഷൻ. ബാക്കിയുള്ള 2 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടികളാണ് ആൻറ്റിജൻ്റെ അല്ലെങ്കിൽ പ്രോസസ്സാണ് ഫെസിലിറ്റേറ്റിംഗ് ഫാഗോസൈറ്റോസിസ്, അഞ്ചാമത്തത് കോംപ്ലിമെൻ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനം. അപ്പോൾ നമുക്ക് ഇന്ന് ഈ 2 കാര്യങ്ങൾ, അതായത് ആൻറ്റിബോഡിയുടെ ഫങ്ഷൻസിൽ 4ാമത്തെ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഒപ്സണൈസേഷൻ ആൻഡ് ഫാഗോസൈറ്റോസിസ്. ഒപ്സണൈസേഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന ബാക്ടീരിയ പോലെയുള്ള ആൻറ്റിജനുകളിലെ ഒപ്സോണിൻ എന്ന് പറയുന്ന ആൻറ്റിബോഡിയുടെ സഹായത്താൽ മാക്രോഫേജസുകൾ വേഗത്തിൽ ഫാഗോസൈറ്റോസിസ് നടത്തുന്ന പ്രോസസ്സിനെയാണ് ഒപ്സണൈസേഷൻ എന്ന് പറയുക. അതായത് ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന ആൻറ്റിജനുകളെ ഒപ്സോണിൻ എന്ന് പറയുന്ന ആൻറ്റിബോഡി ബൈൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ അതിൻ്റെ സർഫസിൽ ഒട്ടിപ്പിടിക്കുകയും, സർഫസിൽ ഒട്ടിപ്പിടിക്കുന്നതോടുകൂടി ഈ ബാക്ടീരിയയ്ക്ക് അല്ലെങ്കിൽ ഈ ആൻറ്റിജന് അത് നമ്മുടെ കോശങ്ങളെ അല്ലെങ്കിൽ രോഗമുണ്ടാക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി ഇല്ലാതാവുകയും അല്ലെങ്കിൽ നശിക്കുകയും, ഇങ്ങനെ വീക്കായി പോകുന്ന, അതായത് രോഗമുണ്ടാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകുന്ന ആൻറ്റിജനുകളെ മാക്രോഫേജസുകൾ എൻഗൾഫ് ചെയ്യുക അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് നടത്തുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഒപ്സണൈസേഷൻ എന്ന് പറയുക. ഒപ്സണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ പർട്ടിക്കുലേറ്റ് ആൻറ്റിജൻ ബിക്കം മോർ വീക്ക് ടു ഫാഗോസൈറ്റോസിസ് ബൈ കോമ്പിനേഷൻ ഓഫ് ഒപ്സോണിൻ. ഒപ്സോണിൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഒപ്സോണിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ ആൻറ്റിബോഡി അറ്റാച്ച് ചെയ്യപ്പെടുന്നതോടുകൂടി ഒരു മൈക്രോബ്സിന് അതിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ രോഗമുണ്ടാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതിനെയാണ് ഒപ്സണൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒപ്സണൈസേഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്നത് ആൻറ്റിബോഡിയാണ്. അത്തരം ആൻറ്റിബോഡികളെ ഒപ്സണൈസിങ് ആൻറ്റിബോഡി എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ വീക്കെൻഡായി പോയ അല്ലെങ്കിൽ രോഗമുണ്ടാക്കാനുള്ള വലിയ ശക്തിയോട് കൂടി അല്ലെങ്കിൽ വലിയ കഴിവോട് കൂടി വന്ന രോഗാണുവിന് അതിൻ്റെ കഴിവ് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സർഫസിൽ ഈ ആൻറ്റിജൻ ഒപ്സോണിൻ എന്ന് പറയുന്ന ആൻറ്റിബോഡി അറ്റാച്ച് ചെയ്യപ്പെടുന്നതോടുകൂടി ഫാഗോസൈറ്റോട്ടിക് സെൽസ് ആയിട്ടുള്ള മാക്രോഫേജസിന് വളരെ വേഗത്തിൽ ഇതിനെ ഫാഗോസൈറ്റോസിസ് നടത്താൻ കഴിയുകയും ചെയ്യും. അപ്പോൾ അതിനെയാണ് ഒപ്സണൈസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒപ്സണൈസേഷൻ, അതായത് ആൻറ്റിജന്റെ സർഫസിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുന്ന ഒപ്സോണിൻ എന്ന് പറയുന്ന ആൻറ്റിബോഡി കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ, നമ്മുടെ ശരീരത്തിലെ ഒരു സംവിധാനത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ മാക്രോഫേജസുകൾക്ക് ഈ ആൻറ്റിജനെ ഫാഗോസൈറ്റോസിസ് നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി, അല്ലെങ്കിൽ അതിൻ്റെ സർഫസിൽ മറ്റൊന്നുകൂടി വേണം. അതായത് ഒപ്സോണിൻ എന്ന് പറയുന്ന ആൻറ്റിബോഡി അറ്റാച്ച് ചെയ്താൽ ഉടനെ തന്നെ അതിൻ്റെ ഫാഗോസൈറ്റോസിസ് നടക്കുകയില്ല. അപ്പം അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ ഈ ഒരു കോംപ്ലക്സ്, അതായത് ആൻറ്റിജൻ ഒപ്സോണിൻ എന്ന് പറയുന്ന ആൻറ്റിബോഡി കോംപ്ലക്സ് കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് രക്തത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീര സ്രവങ്ങളിൽ, ബോഡി ഫ്ലൂയിഡിൽ കാണപ്പെടുന്ന ഒരു കൂട്ടം പ്രോട്ടീനുകളെയാണ് കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ പ്രോട്ടീനുകളെ C3b, IC3b, C4b തുടങ്ങിയ വിവിധ പ്രോട്ടീനുകളുണ്ട്. ഇങ്ങനെ ഒപ്സോണിൻ എന്ന് പറയുന്ന ആൻറ്റിബോഡി ആൻറ്റിജനുമായിട്ട് അറ്റാച്ച് ചെയ്ത് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഉണ്ടാകും. അതിനോടുകൂടി കോംപ്ലിമെന്റ് പ്രോട്ടീനും കൂടി ചേർന്നിട്ടുണ്ടാകുന്ന കോംപ്ലക്സിനെയാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലിമെന്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഈ കോംപ്ലക്സിനെയാണ് ഫാഗോസൈറ്റോട്ടിക് സെൽസ് എന്ത് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അകത്തേക്ക് എൻഗൾഫ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് നടത്തുന്നത്. അപ്പോൾ ഫാഗോസൈറ്റോസിസ് നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അകത്തേക്ക്, അതായത് ഫാഗോസൈറ്റോട്ടിക് സെൽസിൻ്റെ മാക്രോഫേജസിന് ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലിമെന്റ് കോംപ്ലക്സിനെ റിസീവ് ചെയ്യാനായിട്ട് റിസപ്റ്റേഴ്സ് ഉണ്ട്. CR റിസപ്റ്റേഴ്സ് എന്നാണ് പറയുക. പ്രധാനമായിട്ടും C3 എന്ന് പറയുന്ന
കോംപ്ലിമെൻ്റ് സിസ്റ്റത്തിലെ പ്രോട്ടീനെയും FC ഫ്രാഗ്മെൻ്റ് എന്ന് പറയുന്നത് ആൻറ്റിബോഡിയുടെ കോൺസ്റ്റന്റ് റീജിയനാണ് FC ഫ്രാഗ്മെന്റ്. ആ FC ഫ്രാഗ്മെന്റിനെയും C3 റീജിയനെയും അല്ലെങ്കിൽ C3 പ്രോട്ടീനെയും റിസീവ് ചെയ്യാനായിട്ടുള്ള സൈറ്റുകൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് മാക്രോഫേജസിലുണ്ട്. ആ റിസപ്റ്റേഴ്സാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലിമെന്റ് കോംപ്ലക്സിനെ റിസീവ് ചെയ്യുകയും അതിനെ പിന്നീട് ഫാഗോസൈറ്റോസ് നടത്തി ആൻറ്റിജനെ നശിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒപ്സണൈസേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ആൻറ്റിജൻ ലൈസിസ് നടത്തി അല്ലെങ്കിൽ ഫാഗോസൈറ്റോസ് നടത്തി നശിപ്പിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ഇവിടെ കോംപ്ലിമെന്റ് സിസ്റ്റം ഇനി എന്താണെന്ന് നമുക്ക്, അല്ലെങ്കിൽ കോംപ്ലിമെന്റ് സിസ്റ്റം നമുക്ക് പിന്നാലെ വരുന്നുണ്ട്. ഇവിടെ ആൻറ്റിബോഡി ഡിപ്പെൻഡൻറ്റ് സെൽ മീഡിയേറ്റഡ് സൈറ്റോടോക്സിറ്റി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടിയുണ്ട്. ആൻറ്റിബോഡി ഡിപ്പെൻഡൻറ്റ് സെൽ മീഡിയേറ്റഡ് സൈറ്റോടോക്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഈസ്നോഫിൽ, മാക്രോഫേജസ്, NK സെല്ല്, ന്യൂട്രോഫിൽ തുടങ്ങിയ കോശങ്ങൾക്ക് ആൻറ്റിജനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അവ ആൻറ്റിജനെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആൻറ്റിജന്റെ സർഫസിൽ ആൻറ്റിബോഡി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകണം. ഇങ്ങനെ ആൻറ്റിബോഡി അറ്റാച്ച് ചെയ്തിട്ടുള്ള ആൻറ്റിജനുകളെ ഇത്തരം കോശങ്ങൾ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുകയും ഈ ആൻറ്റിജന്റെ FC ഫ്രാഗ്മെന്റുമായിട്ട് ഈ ഈസ്നോഫിൽ പോലെയുള്ള സെല്ലുകൾ അറ്റാച്ച് ചെയ്ത് ഈ ടാർഗറ്റ് സെല്ലിനെ, അതായത് ഈ ആൻറ്റിജനെ ലൈസിസ് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ആൻറ്റിബോഡിയുടെ പ്രസൻസിൽ, ആൻറ്റിജന്റെ സർഫസിൽ കാണപ്പെടുന്ന ആൻറ്റിബോഡിയുടെ പ്രസൻസിൽ ആക്ടിവേറ്റഡ് ആകുന്ന കോശങ്ങളെ അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ആകുന്ന സൈറ്റോടോക്സിസിറ്റിയാണ് നമ്മൾ ആൻറ്റിബോഡി ഡിപ്പെൻഡൻറ്റ് സെൽ മീഡിയേറ്റഡ് സൈറ്റോടോക്സിറ്റി എന്ന് പറയുന്നത്. സെൽ മീഡിയേറ്റഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ന്യൂട്രോഫില്, ഈസ്നോഫില്, NK സെല്ല്, മാക്രോഫേജസ് തുടങ്ങിയവയാണ് ആൻറ്റിബോഡിയുടെ സാന്നിധ്യത്തിൽ മാത്രം ആൻറ്റിജനെ നശിപ്പിക്കുന്നത്. അതിനെയാണ്, ആ പ്രോസസ്സിനെയാണ് ആൻറ്റിബോഡി ഡിപ്പെൻഡൻറ്റ് സെൽ മീഡിയേറ്റഡ് സൈറ്റോടോക്സിസിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, രക്ത ഉൾപ്പെടെ നമ്മുടെ ശരീര സ്രവങ്ങളിൽ കാണപ്പെടുന്ന ആൻറ്റിജനെ നശിപ്പിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകൾ, ഒരു കൂട്ടം പ്രോട്ടീനുകളെയാണ് കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. 1895 ജൂൾസ് ബോർഡോക്സ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റാണ് ഇങ്ങനെ ഒരു സംവിധാനം, അതായത് രോഗപ്രതിരോധ സംവിധാനത്തിൽ പങ്കെടുക്കുന്ന ഒരു കൂട്ടം പ്രോട്ടീനുകൾ കൂടി നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ രക്തം ഉൾപ്പെടെയുള്ള സ്രവങ്ങൾ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുകളിൽ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ ഒരു കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് പ്രോട്ടീൻ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ മാക്രോഫേജസുകൾക്ക് ഫാഗോസൈറ്റോസ് നടത്തുവാനും അല്ലെങ്കിൽ ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന ആൻറ്റിജന്റെ ലൈസിസ് അഴുകി അല്ലെങ്കിൽ അതിൻ്റെ സർഫസിൽ പോറുകൾ, ദ്വാരങ്ങളുണ്ടായി അത് നശിക്കാനും സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നശിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. ഇനി എങ്ങനെയാണ് കോംപ്ലിമെന്റ് ആക്ടിവേറ്റഡ് ആവുന്നത് അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ആക്ടിവേഷൻ എന്താണ്? ഇവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ആന്റിബോഡീസ് ഡസ് നോട്ട് ഡയറക്ട്ലി കിൽ ദ ആന്റിജൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആന്റിബോഡികൾക്ക് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന ആന്റിജനെ നേരിട്ട് നശിപ്പിക്കുവാനുള്ള കഴിവില്ല അല്ലെങ്കിൽ നേരിട്ട് അതിനെ ഇല്ലാതാക്കുന്നില്ല. അപ്പോൾ പിന്നെ ആരാണ് അത് ചെയ്യുക? അപ്പോൾ ആന്റിജനെ നശിപ്പിക്കാനായിട്ടുള്ള മറ്റ് ശരീര കോശങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിൽ മറ്റു കോശങ്ങളുണ്ട്. അതായത് മാക്രോഫേജസുകളുണ്ട്, ന്യൂട്രോഫില്ലുകളുണ്ട്, മാസ്റ്റ് സെല്ലുകളുണ്ട്, NK സെല്ലുകളുണ്ട്, പിന്നീട് ബേസോഫില്ലുകളുണ്ട്. അങ്ങനെ ഉള്ള ധാരാളം കോശങ്ങൾ കൂടി ചേർന്ന അല്ലെങ്കിൽ കോശങ്ങളാണ് ശരിക്കും എന്ത് ചെയ്യുക, ആന്റിജനെ നശിപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ആന്റിബോഡി ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന ആന്റിജനുകളെ, മൈക്രോബുകൾ ഉൾപ്പെടെയുള്ള ആന്റിജനുകളെ ആദ്യം കണ്ടെത്തുന്നത് ആന്റിബോഡിയാണ്. അപ്പോൾ ഈ ആന്റിബോഡി ആന്റിജനെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലുടൻ അല്ലെങ്കിൽ ആന്റിജനെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാലുടൻ തന്നെ അതിൻ്റെ സർഫസിൽ അല്ലെങ്കിൽ അതിൻ്റെ എപ്പിടോപ്പിൽ അറ്റാച്ച് ചെയ്യുന്നു. എപ്പിടോപ്പിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഭാഗത്തേക്ക് കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനത്തിലെ പ്രോട്ടീനുകൾ കടന്നു വരുന്നു. അല്ലെങ്കിൽ അതിനെ സഹായിക്കാനായിട്ട്, ആന്റിബോഡിയെ സഹായിക്കാനായിട്ട് വരുന്ന അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ഒരു കൂട്ടം പ്രോട്ടീനുകളെയാണ് കോംപ്ലിമെന്റ് പ്രോട്ടീൻ അല്ലെങ്കിൽ കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആന്റിജന്റെ സർഫസിൽ ആന്റിബോഡി ബൈൻഡ് ചെയ്താൽ മാത്രമേ രക്തത്തിലുള്ള ഈ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രോട്ടീനുകൾ ആ ഒരു പ്രവർത്തനത്തിൽ പങ്കെടുക്കുകയുള്ളൂ.
ഇങ്ങനെ ആൻറ്റിബോഡി ബൈൻഡ് ചെയ്തിരിക്കുന്ന ആൻറ്റിജൻ്റെ സർഫസിൽ ആൻറ്റിബോഡി ബൈൻഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് കോംപ്ലിമെൻ്റ് പ്രോട്ടീൻ വന്ന് അറ്റാച്ച് ചെയ്യപ്പെടുകയും ഇങ്ങനെ അറ്റാച്ച് ചെയ്യപ്പെട്ട ഒരു കോംപ്ലക്സിലേക്കാണ് ആര് കടന്നു വരുന്നത്? മാക്രോഫേജസുകൾ കടന്നു വരുന്നത്. അങ്ങനെ മാക്രോഫേജസിനെ അട്രാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആൻറ്റിബോഡി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൻറ്റിജൻ അടുത്തേക്ക് മാക്രോഫേജസിനെ അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ വിളിച്ചു വരുത്തുക എന്നുള്ളതാണ് ശരിക്കും കോംപ്ലിമെൻ്റ് സിസ്റ്റം എന്ന് പറയുന്ന പ്രോട്ടീൻ ചെയ്യുന്നത്. അപ്പം ആൻറ്റിജൻ്റെ സർഫസിൽ ആൻറ്റിബോഡി ബൈൻഡ് ചെയ്താൽ മാത്രമേ കോംപ്ലിമെൻ്റ് സിസ്റ്റം എന്ത് ചെയ്യപ്പെടുകയുള്ളൂ? ആക്ടിവേറ്റഡ് ആകത്തുള്ളൂ. ദേ ആർ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ഫൗണ്ട് ഇൻ ബ്ലഡ് സീറം. Complement system binds to the antigen-antibody complex and attracts the phagocytotic cells and destroys the antigens. Phagocytotic cellsനെ അട്രാക്റ്റ് ചെയ്ത്, അതായത് സ്വീകരിച്ച് അല്ലെങ്കിൽ വിളിച്ചു വരുത്തി, ക്ഷണിച്ചു വരുത്തി ആൻറ്റിജനെ നശിപ്പിക്കുന്നു. കോംപ്ലിമെൻ്റ് ഫിക്സേഷൻ. എങ്ങനെയാണ് കോംപ്ലിമെൻ്റ് ആൻറ്റിജനുമായിട്ട് അല്ലെങ്കിൽ ആൻറ്റിബോഡി ഉള്ള സ്ഥലത്ത് ഫിക്സ് ചെയ്യപ്പെടുന്നത്? ദ ബൈൻഡിങ് ഓഫ് complement protein to the antigen antibody complex is called complement fixation. വളരെ സിമ്പിളാണ്. ആൻറ്റിജൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൻറ്റിജൻ ശരീരത്തിനകത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ അവിടേക്ക് ആൻറ്റിബോഡി എത്തും. അതിൻ്റെ എപ്പിടോപ്പിൽ ആൻറ്റിബോഡിയുടെ പാരാടോപ്പ് അറ്റാച്ച് ചെയ്യും. ഇങ്ങനെ അറ്റാച്ച് ചെയ്യപ്പെടുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യപ്പെടുന്ന പോർഷനിലേക്ക് ഇവിടെ കാണപ്പെടുന്നത് ഇതിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്റ് പ്രോട്ടീൻ. ഇത് ആൻറ്റിജൻ, ദെൻ ആൻറ്റിബോഡി, ദെൻ കോംപ്ലിമെൻ്റ് പ്രോട്ടീൻ. അപ്പം ഈ പ്രോട്ടീൻ വന്ന് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോംപ്ലിമെൻ്റ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് ഓൺ ദ സെൽ സർഫസ് ഓഫ് ആൻറ്റിജൻ. ആൻറ്റിജൻ്റെ സെൽ സർഫസിലാണ് ഈ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന പ്രോട്ടീൻ ഫിക്സ് ചെയ്യപ്പെടുന്നത്. ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ട്രാൻസ് മെംബ്രെയിൻ പോർ ആൻഡ് ദെയർ ബൈ ഡിസ്ട്രക്ഷൻ ഓഫ് ആൻറ്റിജൻ. ഇവിടെ ആൻറ്റിജനോടൊപ്പം അല്ലെങ്കിൽ ആൻറ്റിജൻ്റെ സർഫസിൽ വന്ന് അറ്റാച്ച് ചെയ്യപ്പെടുന്ന കോംപ്ലിമെൻ്റ് പ്രോട്ടീൻ പലപ്പോഴും ഈ ആൻറ്റിജൻ്റെ സർഫസിൽ പോറുകൾ, ദ്വാരങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ ആൻറ്റിജനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ആൻറ്റിജൻ നശിച്ചു പോകുന്ന ലൈസിസ് നടക്കുന്നതിനൊരു സാഹചര്യം ഒരുക്കുന്ന ഒരു പ്രോപ്പർട്ടി കോംപ്ലിമെൻ്റ് പ്രോട്ടീനുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ആൻറ്റിബോഡി നേരിട്ട് ആൻറ്റിജനെ നശിപ്പിക്കുന്നില്ല. ഒന്നുകിൽ കോംപ്ലിമെൻ്റ് സിസ്റ്റം എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ സഹായം വേണം, അല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് സിസ്റ്റത്തിന് നശിപ്പിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അവിടേക്ക് മാക്രോഫേജസ് പോലെയുള്ള മറ്റ് ഫാഗോസൈറ്റോസിസ് നടത്താൻ കഴിവുള്ള കോശങ്ങൾ കടന്നു വരണം. അത്തരം കോശങ്ങളെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് ആൻറ്റിബോഡിക്കില്ല. ആ കഴിവ് ഉള്ളത് ആർക്കാണ്? കോംപ്ലിമെൻ്റ് പ്രോട്ടീനാണ്. അതുപോലെ ഇവിടെ കോംപ്ലിമെൻ്റ് പ്രോട്ടീൻ ആൻറ്റിജൻ്റെ സർഫസിൽ അറ്റാച്ച് ചെയ്താൽ അവിടെ പോർസ് അല്ലെങ്കിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കുകയും അങ്ങനെ ആൻറ്റിജനെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവ് ഇവിടെ കോംപ്ലിമെൻ്റ് സിസ്റ്റം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കമ്പോണൻസ് ഓഫ് കോംപ്ലിമെൻ്റ്. ഇനി കോംപ്ലിമെൻ്റ് കമ്പോണൻസ് എന്താണെന്ന് നോക്കാം. ദ കോംപ്ലിമെൻ്റ് പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ് ഇൻ ലിവർ, മോണോസൈറ്റ്സ്, ടിഷ്യൂ മാക്രോഫേജസ്, എപ്പിത്തീലിയൽ സെൽസ്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ആൻഡ് ഗ്യാസ്ട്രോ യൂറിനൽ ട്രാക്ട്സ്. നമ്മുടെ ശരീരത്തിൽ ലിവറിൽ, മോണോസൈറ്റിൽ, മാക്രോഫേജസുകളിൽ, എപ്പിത്തീലിയൽ കോശങ്ങളിൽ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ആൻഡ് ഗ്യാസ്ട്രോ യൂറിനൽ ട്രാക്ട്, നമ്മുടെ ശരീരത്തിലെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ, ഈ പറയുന്ന പോലെ വിസർജ വ്യവസ്ഥയിൽ, യൂറിനൽ ട്രാക്റ്റിൽ എല്ലാം തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്? കോംപ്ലിമെൻ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. സീറം ഗ്ലോബുലിൻ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിൻ്റെ 5%, സീറം ഗ്ലോബുലിൻ പ്രോട്ടീനിൻ്റെ 5% കോംപ്ലിമെൻ്റ് പ്രോട്ടീനാണ്. ദേ ആർ സർക്കുലേറ്റഡ് ഇൻ സീറം നോൺ ഫങ്ഷണലി ആൻഡ് ആർ കാൾഡ് പ്രോ എൻസൈം. ഇവിടെ നമ്മുടെ ശരീരത്തിലേക്ക് ആൻറ്റിജൻ അറ്റാക്ക് അല്ലെങ്കിൽ രോഗാണുക്കളുടെ ആക്രമണം ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഈ എൻസൈമിന് പ്രത്യേകിച്ച് ഫങ്ഷനൊന്നുമില്ല. രക്തത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ശരീരസ്രവങ്ങളിലൂടെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും, സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പ്രത്യേകിച്ച് ഫങ്ഷൻ ഒന്നുമില്ലാതെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോംപ്ലിമെൻ്റ് പ്രോട്ടീനുകൾക്ക് പറയുന്ന പേര് പ്രോ എൻസൈം അല്ലെങ്കിൽ സൈഗോ എൻസൈംസ് എന്നാണ് പറയുക. പ്രോ എൻസൈം അല്ലെങ്കിൽ സൈഗോ എൻസൈം 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ദേ ആർ കോംപ്ലിമെൻ്റ് നോൺ ഫങ്ഷണൽ കോംപ്ലിമെൻ്റ് പ്രോട്ടീൻസ് സർക്കുലേറ്റിംഗ് ത്രൂ ഔട്ട് ദ ബോഡി ഫ്ലൂയിഡ്. ഫങ്ഷണൽ അല്ലാത്ത
ബോഡി ഫ്ലൂയിഡിലൂടെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോംപ്ലിമെന്റ് പ്രോട്ടീനുകൾക്ക് പറയുന്ന പേരാണ് പ്രോ എൻസൈം അല്ലെങ്കിൽ സൈഗോ എൻസൈംസ് എന്ന് പറയുന്നത്. ഈ കോംപ്ലിമെന്റ് പ്രോട്ടീൻ 3 രീതിയിലാണ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. ദേ ആർ ആക്ടിവേറ്റഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ്. ആന്റിജനും ആന്റിബോഡി, ശരീരത്തിലകത്തേക്ക് കടക്കുന്ന ആന്റിജന്റെ സർഫസിൽ ആന്റിബോഡി അറ്റാച്ച് ചെയ്താൽ കോംപ്ലിമെന്റ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആകും. The activation of complement involves cleaving of precise cutting of the complement protein. Complement സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീനാണ്, ഒരു കൂട്ടം പ്രോട്ടീനുകളാണ്. അതിൻ്റെ ആക്ടിവേഷൻ, അത് പ്രവർത്തന നിരതമാവുക അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ആകുക എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻ, നേരത്തെ പറഞ്ഞു C3b, IC3b, C4b തുടങ്ങിയ പേരുകളിലാണ്, അല്ലെങ്കിൽ C4, C2 തുടങ്ങിയ പേരുകളിലാണ് ഈ പ്രോട്ടീൻ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു ഗ്രൂപ്പായിട്ട് ഒരുമിച്ചിരിക്കുന്ന സ്ട്രക്ചറാണ് കോംപ്ലിമെന്റ് സിസ്റ്റം. അതുകൊണ്ടാണ് അതിനെ സിസ്റ്റം, കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ്, ഇതെല്ലാം കൂടെ ഒട്ടിച്ചേർന്ന് ഒരുമിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ആക്ടിവേഷൻ പ്രോസസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന ഈ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീനുകളെ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഓരോന്നായിട്ട് കട്ട് ചെയ്യുന്നു. അത് അങ്ങനെ ഒരു പ്രോസസ്സിന് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻസൈം ഉപയോഗിച്ച് ക്ലീവ് ചെയ്യുക, വേർതിരിച്ചെടുക്കുക. അങ്ങനെ വേർതിരിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഓരോ പ്രോട്ടീനും ഓരോ ഫംഗ്ഷനാണുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞു, മൈക്രോബ്സിന്റെ സർഫസിന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലിമെന്റ് സിസ്റ്റം പോറുകൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ മൈക്രോബ്സിന്റെ അല്ലെങ്കിൽ ആന്റിജന്റെ സർഫസിൽ പോർസ് ഉണ്ടാക്കും. ആ പോർസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു പർട്ടിക്കുലർ പ്രോട്ടീനാണ് കോംപ്ലിമെന്റ് സിസ്റ്റത്തിലെ. ആ ഒരു പ്രോട്ടീൻ വേറൊരു പ്രോട്ടീൻ ആ ഒരു ഫംഗ്ഷൻ ചെയ്യത്തില്ല. അപ്പോൾ ഈ കോംപ്ലിമെന്റ് സിസ്റ്റത്തിന് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീനിന്റെ പ്രിസൈസ് കട്ടിംഗ് ആണ്. The cleaved proteins produce protease enzyme that cleaves other enzymes. ഇങ്ങനെ മുറിയുന്ന, അതായത് പല കഷ്ണങ്ങളായിട്ട് മുറിയുന്ന കോംപ്ലിമെന്റ് പ്രോട്ടീൻ, അതായത് C3b, IC3b, C4b തുടങ്ങിയ പല കഷ്ണങ്ങളായിട്ട് മുറിയുന്ന കോംപ്ലിമെന്റ് പ്രോട്ടീനുകൾ പ്രോട്ടിയേസ് എന്ന് പറയുന്ന എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും. അത് മറ്റ് എൻസൈമുകളെ അല്ലെങ്കിൽ മറ്റ് പ്രോട്ടീനുകളെ അല്ലെങ്കിൽ അതിൻ്റെ ബാലൻസ് വരുന്ന അല്ലെങ്കിൽ കോംപ്ലിമെന്റ് സിസ്റ്റത്തിലെ മറ്റ് പ്രോട്ടീനുകളെ പിന്നീട് ക്ലീവ് ചെയ്യുന്ന അല്ലെങ്കിൽ മുറിച്ച് മാറ്റുന്ന പ്രോട്ടീസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഇനി ഈ പ്രോട്ടീൻ ഇങ്ങനെ, അതായത് ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഒറ്റ കഷ്ണമായിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ സ്ട്രക്ചറായിട്ടിരിക്കുന്ന പ്രോട്ടീനെ പല പല ഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കോംപ്ലിമെന്റ് കാസ്കേഡ്. കോംപ്ലിമെന്റ് കാസ്കേഡ് എന്താണെന്ന് ഓർത്തിരിക്കുക. ദ ക്ലീവേജ് ഓഫ് പ്രോട്ടീൻ ഒക്കർ an orderly manner and is called complement cascade. കോംപ്ലിമെന്റ് സിസ്റ്റത്തിലെ പ്രോട്ടീൻ കൃത്യമായിട്ട് 1 by 1 ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓർഡറായിട്ടാണ് അല്ലെങ്കിൽ ഓർഡറായിട്ടാണ് എന്ത് ചെയ്യപ്പെടുന്നത്, മുറിഞ്ഞു മാറ്റപ്പെടുന്നത്. ഇങ്ങനെ കോംപ്ലിമെന്റ് പ്രോട്ടീൻ പല കഷ്ണങ്ങളായിട്ട് അല്ലെങ്കിൽ പല പേരിൽ അല്ലെങ്കിൽ പല രൂപത്തിലായിട്ട് വേർതിരിക്കപ്പെടുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ മുറിച്ചു മാറ്റപ്പെടുന്ന പ്രോസസ്സിനെയാണ് കോംപ്ലിമെന്റ് കാസ്കേഡ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് 3 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്, അല്ലെങ്കിൽ 3 സ്റ്റേജസ് ആയിട്ട് നടക്കുന്ന ഒന്നാണ്. അത് 3ആയിട്ടാണ് നടക്കുന്നത്. ഒന്ന് ക്ലാസിക്കൽ പാത്വേ, രണ്ടാമത്തത് ആൾട്ടർനേറ്റീവ് പാത്വേ, മൂന്നാമത്തത് ലെക്റ്റിംഗ് പാത്വേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോംപ്ലിമെന്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 4 മാർക്ക് ചോദ്യം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആന്റിജന്റെ സർഫസിൽ അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യപ്പെടുന്ന ആന്റിബോഡിയോട് കൂടി ചേർന്ന് ആന്റിജനെ നശിപ്പിക്കാൻ പങ്കെടുക്കുന്ന ഒരു കൂട്ടം പ്രോട്ടീനുകൾക്ക് പറയുന്ന പേരാണ് കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. കോംപ്ലിമെന്റ് സിസ്റ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സിസ്റ്റം എന്ന് പറയാൻ കാര്യം അതിനകത്ത് ഒരു കൂട്ടം പ്രോട്ടീനുകൾ ഉണ്ട്, അത് ഒരുമിച്ചിരിക്കുകയാണ്. ആ ഒരു കൂട്ടം പ്രോട്ടീനുകളെ നമ്മൾ പല പേരിൽ അറിയപ്പെടുന്നു. C3b, IC3b, C4b എന്നിങ്ങനെയാണ് അതിൻ്റെ പേര്. അപ്പം ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന പ്രോട്ടീനുകളെ പല പല പ്രോട്ടീനുകളായിട്ട് വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കോംപ്ലിമെന്റ് കാസ്കേഡ്. ഈ കോംപ്ലിമെന്റ് കാസ്കേഡ് എന്ന് പറയുന്ന പ്രോട്ടീൻ വിഭജനത്തിൽ പങ്കെടുക്കുന്ന എൻസൈമാണ് പ്രോട്ടിയേസ് എൻസൈം.
പ്രോട്ടിയേസ് എന്ന എൻസൈം പ്രോട്ടീനെ മുറിക്കുന്ന എൻസൈമാണ്. അതുകൊണ്ടാണ് പ്രോട്ടിയേസ് എൻസൈം എന്ന് പറയുന്ന പേര് വന്നിരിക്കുന്നത്. അപ്പം ഈ കോംപ്ലിമെന്റ് സിസ്റ്റത്തെ അല്ലെങ്കിൽ കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൂട്ടം പ്രോട്ടീനുകളെ മുറിക്കുന്നത് 3 വഴികളിലൂടെയാണ്. എല്ലാ പ്രോട്ടീനും ഒരുമിച്ചല്ല മുറിയപ്പെടുന്നത്. അതായത് 3 വഴികളിലൂടെയാണ് അല്ലെങ്കിൽ 3 പാത്തിലൂടെയാണ് മുറിയപ്പെടുന്നത്. ആ പാത്തിനെയാണ് ക്ലാസിക്കൽ പാത്വേ, ആൾട്ടർനേറ്റീവ് പാത്വേ, ലെക്റ്റിൻ പാത്വേ എന്ന് പറയുന്നത്. ക്ലാസിക്കൽ, ആൾട്ടർനേറ്റീവ്, ലെക്റ്റിൻ പാത്വേ. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് അതായത് ആന്റിജനെ നശിപ്പിക്കുന്ന പ്രവർത്തനം നടക്കുന്നത്. ഇനി നമുക്ക് ക്ലാസിക്കൽ പാത്വേ നോക്കാം. ആദ്യത്തേത് നോക്കാം, ക്ലാസിക്കൽ പാത്വേ. ഇൻ ദിസ് പാത്വേ the complement is activated only with immunoglobulin G, antibody M attached to the antigen. അതായത് ആന്റിജൻ എന്നാണ് ഈ പാത്വേ. ക്ലാസിക്കൽ പാത്വേ എന്ന് പറയുന്ന പാത്വേ എന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി അല്ലെങ്കിൽ ആന്റിബോഡി എം ആന്റിജനുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ കോംപ്ലിമെന്റ് സിസ്റ്റത്തിലെ പ്രോട്ടീൻ എന്ത് ചെയ്യപ്പെടുന്നു? മുറിയപ്പെടുന്നു. ദ എൻസൈം ക്ലീവ്ഡ് ഫ്രം കോംപ്ലിമെന്റ് ഡീഗ്രേഡ് എ പ്രോട്ടീൻ കാൾഡ് C3. അപ്പോൾ കോംപ്ലിമെന്റ് സിസ്റ്റത്തിലെ C3 പ്രോട്ടീൻ, C3b, IC3b, C4 തുടങ്ങിയ പേരിലാണ് കോംപ്ലിമെന്റ് സിസ്റ്റത്തിലെ പ്രോട്ടീൻ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു ആന്റിജന്റെ സർഫസിൽ, നമ്മുടെ ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന രോഗാണുവിന്റെ സർഫസിലേക്ക് ആന്റിബോഡി G, ആന്റിബോഡി M എന്നീ 2 ആന്റിബോഡി അറ്റാച്ച് ചെയ്യുന്ന കണ്ടീഷനിൽ മാത്രം ആക്ടിവേറ്റ് ആകപ്പെടുന്ന കോംപ്ലിമെന്റ് സിസ്റ്റത്തിനെയാണ് ക്ലാസിക്കൽ പാത്വേ എന്ന് പറയുന്നത്. ഇവിടെ C3 എന്ന് പറയുന്ന പ്രോട്ടീനാണ് ഇവിടെ ആന്റിജനെ നശിപ്പിക്കാനായി ആന്റിബോഡി ജിയുടെയും ആന്റിബോഡി എമ്മിൻ്റെയും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ദെൻ ആൾട്ടർനേറ്റീവ് പാത്വേ. ഇറ്റ് ഈസ് ആൻ ആന്റിബോഡി ഇൻഡിപെൻഡന്റ് പാത്വേ. ആന്റിബോഡി ഇല്ലാതെ തന്നെ, ആന്റിബോഡിയുടെ കൂടെ ചേർന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. ആന്റിജന്റെ സർഫസിൽ ആന്റിബോഡി അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടേക്ക് കടന്നു വരുന്ന ഒരു പ്രോട്ടീനെയാണ് നമ്മൾ കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇവിടെ ആന്റിജന്റെ സാന്നിധ്യം ഇല്ലാതെ തന്നെ ആന്റിബോഡിയുടെ സാന്നിധ്യം ഇല്ലാതെ തന്നെ ആന്റിജനെ നശിപ്പിക്കാനായിട്ട് പങ്കുചേരുന്ന പ്രോട്ടീൻ ആക്ടിവേറ്റഡ് ആവുന്ന പ്രവർത്തനത്തിനെയാണ് ആൾട്ടർനേറ്റീവ് പാത്വേ എന്ന് പറയാം. ദ കോംപ്ലിമെന്റ് ഈസ് ആക്ടിവേറ്റഡ് ഡയറക്ട്ലി ബൈ ദ പ്രസൻസ് ഓഫ് ആന്റിജൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആന്റിജൻ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടന്നു വന്നാൽ ഉടൻ തന്നെ ആക്ടിവേറ്റഡ് ആകുന്ന കോംപ്ലിമെന്റ് സിസ്റ്റത്തിനെയാണ് ആൾട്ടർനേറ്റീവ് പാത്വേ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എവോൾവ്ഡ് ഏർലിയർ ദാൻ ക്ലാസിക്കൽ പാത്വേ. അതായത് ഇത് നമ്മളുടെ ആന്റിബോഡി നമ്മുടെ പരിണാമ പ്രക്രിയയിൽ ജീവജാലങ്ങളെ, മനുഷ്യന്റെ ഉൾപ്പെടെയുള്ള ഭൂമിയിലെ ജീവജാലങ്ങളുടെ പരിണാമ പ്രക്രിയയിൽ ആദ്യമുണ്ടായ പാത്വേ ആണ്. പാത്വേ എന്ന് പറയുമ്പോൾ ഇവിടെ ആന്റിജനെ നശിപ്പിക്കാനായിട്ട് പങ്കെടുക്കുന്ന പ്രോട്ടീനുകളുടെ വിഭജനത്തിനെയാണ് പാത്വേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പം പരിണാമ പ്രക്രിയയിൽ ആദ്യം രൂപപ്പെട്ട കോംപ്ലിമെന്റ് സിസ്റ്റത്തിലെ ഒന്നാണ് എന്തെന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ് പാത്വേ എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ലെക്റ്റിൻ പാത്വേ ആണ്. ലെക്റ്റിൻ പാത്വേ എന്ന് പറഞ്ഞാൽ ഹോമോലോഗസ് പാത്വേ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഹോമോലോഗസ് ടു ക്ലാസിക്കൽ പാത്വേ. ക്ലാസിക്കൽ പാത്വേക്ക് സമാനമായിട്ടുള്ളതാണ്. ആന്റിബോഡിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇത് ആക്ടിവേറ്റഡ് ആകത്തുള്ളൂ. ആക്ടിവേറ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് മാനോ ഷുഗർ ഫോംഡ് ഇൻ പത്തോജൻ മൈക്രോബ് നോട്ട് ഇൻ ഹ്യൂമൻസ്. ഇവിടെ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്ത ഒരു ഷുഗർ, അതായത് മനുഷ്യ ശരീരത്തിൽ ഇല്ലാത്ത ഒരു ഷുഗറാണ് അല്ലെങ്കിൽ ഒരു ഷുഗർ മോളിക്യൂളാണ് മാനോസ് എന്ന് പറയുന്നത്. ഈ മാനോസ് എന്ന് പറയുന്ന ഷുഗർ മൈക്രോബ്സിൽ മാത്രമേ അല്ലെങ്കിൽ പത്തോജൻസിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അപ്പം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അല്ലെങ്കിൽ കാണപ്പെടാത്ത ഒരു ഷുഗർ മോളിക്യൂളാണ് മാനോസ് എന്ന് പറയുന്നത്. അപ്പം മാനോസ് സ്വാഭാവികമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ഇവിടെ പത്തോജൻസ് ആണ് അല്ലെങ്കിൽ ആന്റിജൻസ് ആണ്. അപ്പം ആന്റിജൻ കടന്നു വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഷുഗർ മോളിക്യൂളാണ് ഉറപ്പായിട്ടും എന്ന് പറയുന്നത് ഈ മാനോസ് ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ മാനോസ് ഷുഗറിന്റെ പ്രസൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എന്ത് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആന്റിജൻ, അല്ലാതെ രോഗാണു കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഇങ്ങനെ മാനോസ് ഷുഗറിന്റെ പ്രസൻസിൽ ആക്ടിവേറ്റഡ് ആകുന്ന കോംപ്ലിമെന്റ് സിസ്റ്റത്തിനെയാണ് ലെക്റ്റിൻ പാത്വേ എന്ന് പറയുന്നത്. The binding of mannose with lectin produce mannose residues on the surface of pathogens. അപ്പം ഇവിടെ മാനോസിന്റെ പ്രസൻസ്, അതായത് മാനോസ് കാണിക്കുക അല്ലെങ്കിൽ മാനോസ് എന്ന് പറയുന്ന ഷുഗർ മോളിക്യൂളുള്ള ആന്റിജന്റെ സർഫസിലേക്ക് ലെക്റ്റിൻ എന്ന് പറയുന്ന കോംപ്ലിമെന്റ് പ്രോട്ടീൻ അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും പ്രൊഡ്യൂസ് മാനോസ് റെസിഡ്യൂസ് ഓൺ ദ സർഫസ് ഓഫ് പാത്തജൻ. അപ്പോൾ ഇതിന്റെ ആന്റിജന്റെ ശരീരത്തിനുള്ളിൽ അല്ലെങ്കിൽ ആന്റിജന്റെ ഉള്ളിലുണ്ടായിരുന്ന മാനോസ് എന്ന് പറയുന്ന ഷുഗർ അതിന് പുറത്തേക്ക് വരാനായിട്ട് ലെക്റ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ, അതായത് കോംപ്ലിമെന്റ് സിസ്റ്റത്തിലെ പ്രോട്ടീൻ ഇടയാക്കും. അപ്പം ഇങ്ങനെ മാനോസ് ഷുഗർ ശരീരത്തിന് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ആര് ചെയ്യുക, ഇവിടെ കോംപ്ലിമെന്റ് സിസ്റ്റത്തിലെ പ്രോട്ടീൻ ചെയ്യുന്നത്. The three pathways meet in common point lead to the production of membrane attack complex that causes cell lysis. ഇങ്ങനെ ആൾട്ടർനേറ്റീവ് പാത്വേയും ക്ലാസിക്കൽ പാത്വേയിലൂടെയും ലെക്റ്റിൻ പാത്വേയിലൂടെയും ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന ആന്റിജനെ നശിപ്പിക്കാനായിട്ടുള്ള പ്രോട്ടീനുകൾ, അതായത് ഇപ്പം മാനോസ് ഷുഗർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആന്റിജൻ കടന്നു വരുമ്പോൾ മാത്രം എന്ത് ചെയ്യുന്ന ആക്ടിവേറ്റഡ് ആകുന്ന ഒരു പ്രോട്ടീനാണ് ലെക്റ്റിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ലാസിക്കൽ പാത്വേ എന്ന് പറഞ്ഞാൽ ആന്റിജന്റെ സർഫസിൽ ആന്റിബോഡി അറ്റാച്ച് ചെയ്യുമ്പോൾ ക്ലീവ് ചെയ്യപ്പെടുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ മുറിക്കപ്പെടുന്ന കോംപ്ലിമെന്റ് പ്രോട്ടീൻ. ദെൻ ആൾട്ടർനേറ്റീവ് പാത്വേ എന്ന് പറഞ്ഞാൽ ആന്റിജൻ വന്നാൽ ഉടൻ തന്നെ അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് മുറിയപ്പെടുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്തിട്ട് ക്ലീവ് ചെയ്യുന്ന പ്രോട്ടീൻ. അപ്പം ഈ മൂന്ന് പാത്വേയും കൂടെ ഒരുമിച്ചാണ് എന്ത് ചെയ്യുക, ഒരേ പോയിന്റിലേക്കാണ് അല്ലെങ്കിൽ ഒരുമിച്ച് ഇതിന്റെ സർഫസിൽ ആന്റിജന്റെ സർഫസിൽ മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ് അല്ലെങ്കിൽ മാക് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഉണ്ടാക്കുന്നു. അതായത് ആന്റിജന്റെ സർഫസിലുള്ള ആന്റിബോഡിയോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ കോംപ്ലിമെന്റ് പ്രോട്ടീൻ, ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ആന്റിജന്റെ സർഫസിൽ മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ്, അതായത് ആന്റിജനെ ലിപ്പിഡ് ബൈലെയറിനെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു പദാർത്ഥം ഉണ്ടാക്കുന്നു. ആന്റിബോഡിയും ഈ പറയുന്ന കോംപ്ലിമെന്റ് സിസ്റ്റത്തിലെ പ്രോട്ടീനും കൂടെ ചേർന്നിട്ട് മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ്, അത് പ്രത്യേകം ഓർത്തിരിക്കുക. മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ് രൂപപ്പെടുന്നത് മൈക്രോബ്സിന്റെ അല്ലെങ്കിൽ ആന്റിജന്റെ സെൽ സർഫസിലാണ്, ലിപ്പിഡ് ബൈലെയറിലാണ്. ആ ലിപ്പിഡ് ബൈലെയറിൽ ഉണ്ടാകുന്ന മെംബ്രെയിനെ അറ്റാക്ക് ചെയ്യാൻ കഴിവുള്ള കോംപ്ലക്സ് ആന്റിബോഡിയും കോംപ്ലിമെന്റ് സിസ്റ്റത്തിലെ പ്രോട്ടീനും കൂടെ ചേർന്നിട്ടുള്ള കോംപ്ലക്സ് ഇതിന്റെ സെൽ ലൈസിസിന്, അതായത് അതിന്റെ സർഫസിൽ പോർസ്, അതായത് ദ്വാരം ഉണ്ടാക്കുന്നതിന് ഇടയാക്കുകയും അങ്ങനെ ആന്റിജനെ നശിപ്പിക്കുന്ന പ്രോസസ്സിൽ ഈ ഒരു കോംപ്ലിമെന്റ് സിസ്റ്റം പങ്കെടുക്കുകയും ചെയ്യും. ബയോളജിക്കൽ എഫക്റ്റ് ഓഫ് കോംപ്ലിമെന്റ് ആക്ടിവേഷൻ എന്ന് പറയുന്നത് കില്ലിംഗ് ആൻഡ് ലൈസിസ് ഓഫ് സെൽസ് ആൻഡ് പാത്തോജൻസ്. ഇങ്ങനെ പാത്തോജൻസിനെ കില്ല് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ലൈസിസിനോ ഈ കോംപ്ലിമെന്റ് സിസ്റ്റം ഇടയാക്കുന്നു. ദ അറ്റാച്ച്മെന്റ് ഓഫ് മാക് സെൽസ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ലിപ്പിഡ് ബൈലെയർ. ഇങ്ങനെ മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ് പത്തോജന്റെ ലിപ്പിഡ് ബൈലെയറിന്റെ ഡിസ്ട്രക്ഷൻ ഇടയാക്കും. പോർസ് ആർ ക്രിയേറ്റഡ് ഇൻ ദ സെൽ മെംബ്രെയിൻ ത്രൂ വിച്ച് ദ സെൽ കണ്ടൻസ് റിലീസ്ഡ് ആൻഡ് ലീഡ്സ് ടു ലൈസിസ്. ഇങ്ങനെ മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ് ഈ പത്തോജൻസിന്റെ സെൽ സർഫസിൽ ഉണ്ടാക്കപ്പെടുന്നതോടുകൂടി ഈ സെല്ലിനകത്തുള്ള ഘടകങ്ങൾ പുറത്തേക്ക് വരികയും അല്ലെങ്കിൽ മൈക്രോബ്സിന്റെ സെൽ കണ്ടന്റ് പുറത്തേക്ക് വരികയും അത് ലൈസിസ് നടന്ന് അഴുകി ഇല്ലാതാവുകയും ചെയ്യുന്നു. അപ്പം അത്രയുമാണ് കോംപ്ലിമെന്റ് പ്രോട്ടീൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി കോംപ്ലിമെന്റ് ഫ്രാഗ്മെന്റ്സ് ആൻഡ് ഒപ്സോണിൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഒപ്സണൈസേഷൻ നമുക്കറിയാം, ബൈൻഡിങ് ഓഫ് ഫാഗോസൈറ്റോട്ടിക് സെൽസ്, ആൻഡ് ഒപ്സണൈസേഷൻ ഈസ് ദ ബൈൻഡിങ് ഓഫ് ഫാഗോസൈറ്റോട്ടിക് സെൽസ് ആൻഡ് പ്രൊമോട്ടിംഗ് ഫാഗോസൈറ്റോസിസ്. ഒപ്സണൈസേഷൻ നമ്മൾ ആദ്യം പറഞ്ഞതാണ്, ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന ആന്റിജന്റെ സർഫസിൽ ആന്റിബോഡി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫാഗോസൈറ്റോസിസ് നടത്താൻ വേണ്ടിയിട്ട് സെല്ലിനെ പരുവപ്പെടുത്തി എടുക്കുന്ന പ്രോസസ്സിനാണ് ഒപ്സണൈസേഷൻ എന്ന് പറയുന്നത്.
opsonin, that the substance that promote opsonization, C3b, C4b, IC3b തുടങ്ങിയവയാണ് ഒപ്സോണിൻ എന്ന് പറയുന്ന പ്രോട്ടീനുകളിൽ പ്രധാനപ്പെട്ടത്. Then opsonin forms a coat on pathogenic cell surface. The macrophages recognize the opsonin and engulf the pathogens. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഒപ്സോണിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മാക്രോഫേജസിന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. മാക്രോഫേജസ് അതിനെ ഫാഗോസൈറ്റോസ് നടത്തി ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇനി ഇൻഫ്ലമേഷൻ എന്ന് നീര് വരിക, അതായത് നമുക്ക് ഒരു രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ നീര് വരിക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതായത് ഡ്യൂറിങ് കോംപ്ലിമെന്റ് ആക്ടിവേഷൻ ദ കോമ്പോണൻസ് ഡിവൈഡഡ് ഇൻറ്റു ലാർജ് ആൻഡ് സ്മോൾ ഫ്രാഗ്മെന്റ്സ്. കോംപ്ലിമെന്റ് ആക്ടിവേഷനിൽ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ ക്ലീവ് ചെയ്യപ്പെടുമ്പോൾ പല കഷ്ണങ്ങളായിട്ട് മുറിയുമ്പോൾ ചെറിയതും വലുതും ലാർജും സ്മോളും ആയിട്ടുള്ള ഫ്രാഗ്മെന്റ്സ് ഉണ്ടാകാറുണ്ട്. ദ സ്മോൾ ഫ്രാഗ്മെന്റ്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇൻഫ്ലമേഷൻ. ഇങ്ങനെ ഉണ്ടാകുന്ന സ്മോൾ ഫ്രാഗ്മെന്റ്സ്, ചെറിയ ചെറിയ ഘടകങ്ങൾ, അതായത് പങ്കെടുക്കാത്ത കോംപ്ലിമെന്റ്, അതായത് ഫാഗോസൈറ്റോട്ടിക് പ്രോസസ്സിൽ പങ്കെടുക്കാത്ത എല്ലാ പ്രോട്ടീനുകളും പങ്കെടുക്കുന്നില്ല, ഏതെങ്കിലുമൊക്കെ പ്രോട്ടീനുകളായിരിക്കും പങ്കെടുക്കുക. അപ്പം പങ്കെടുക്കാത്ത ചെറിയ ഫ്രാഗ്മെന്റ്സ് എന്തുണ്ടാക്കാറുണ്ട്? ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇൻഫ്ലമേഷൻ, അതായത് നീര് വരിക, അല്ലെങ്കിൽ ആ ഭാഗത്ത്, അതായത് ആ രോഗബാധ ഏറ്റ ഭാഗത്ത് നീര് വരുന്നത് ഇങ്ങനെ ഈ കോംപ്ലിമെന്റ് സിസ്റ്റത്തിലെ ഫ്രാഗ്മെന്റ്സ് അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ്. റിമൂവൽ ഓഫ് സർക്കുലേറ്റിംഗ് ഇമ്മ്യൂൺ കോംപ്ലക്സ് ബൈ കോംപ്ലിമെന്റ്. അപ്പോൾ ഈ ഇങ്ങനെ അടിഞ്ഞുകൂടുന്നതും അല്ലെങ്കിൽ ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്തപ്പെട്ട കോംപ്ലക്സിന് അല്ലെങ്കിൽ ഇമ്മ്യൂൺ കോംപ്ലക്സിനെ റിമൂവ് ചെയ്യുന്നതിൽ കോംപ്ലിമെന്റ് സിസ്റ്റത്തിന് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അതായത് ദ ബൈൻഡിങ് ഓഫ് ആൻറ്റിബോഡീസ് ടു ദ ആൻറ്റിജൻ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ്. In certain infections, huge amount of these complexes are formed and are deposited in tissues, thereby cause inflammation. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ആൻറ്റിജൻ കടന്നു കഴിഞ്ഞാൽ ആൻറ്റിജൻ്റെ സർഫസിൽ ആൻറ്റിബോഡി ബൈൻഡ് ചെയ്യും. അങ്ങനെ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഉണ്ടാകും. ഈ കോംപ്ലക്സ്, ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന ആൻറ്റിജൻ്റെ എണ്ണത്തിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ ചില കണ്ടീഷനിൽ കൂടുതൽ രോഗാണുക്കൾ അല്ലെങ്കിൽ വലിയ വ്യാപകമായിട്ട് അല്ലെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാകുന്ന കൂടുതൽ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഇടയാക്കും. അതായത് നമ്മളിപ്പം ലങ്സിനാണെന്നുണ്ടെങ്കിൽ നീര് വരിക, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നീർക്കെട്ട് അല്ലെങ്കിൽ വെള്ളക്കെട്ടൊക്കെ വന്ന് ലങ്സ് നമുക്ക് ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അതായത് ഇങ്ങനെ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ദ കോംപ്ലിമെന്റ് ആക്ടിവേഷൻ സിസ്റ്റം റിമൂവ്സ് ദീസ് കോംപ്ലക്സ് ഫ്രം ദ ഇൻഫെക്റ്റഡ് സൈറ്റ് ആൻഡ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ലിവർ ആൻഡ് സ്പ്ലീൻ. അപ്പം കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻ സിസ്റ്റം ഇങ്ങനെ വളരെ ഹ്യൂജ് എമൗണ്ടിൽ ഉണ്ടാക്കപ്പെടുന്ന ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സിനെ അവിടെ നിന്നും നീക്കം ചെയ്ത് ലിവറിലും സ്പ്ലീനിലും ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, ഒരു ഫങ്ഷൻ കൂടി കോംപ്ലിമെന്റ് സിസ്റ്റം ചെയ്യുന്നുണ്ട്. ദെൻ ഇനി കോംപ്ലിമെന്റ് സിസ്റ്റത്തിന്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് കോംപ്ലിമെന്റ് ഫ്രാഗ്മെന്റ്സ് ആക്ട് ആസ് അനാഫിലടോക്സിൻസ്. അനാഫിലടോക്സിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ദ ഫ്രാഗ്മെന്റ്സ് C3a, C4a ആൻഡ് C5a ഫോംഡ് ഡ്യൂറിങ് കോംപ്ലിമെന്റ് ആക്ടിവേഷൻ ആർ കാൾഡ് അനാഫിലടോക്സിൻ. അതായത് കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീനാണ്. ആ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻ ക്ലീവ് ചെയ്ത് മുറിഞ്ഞ് പല കഷ്ണങ്ങളായിട്ട് മാറുമ്പോൾ ആ കഷ്ണത്തിൽ അല്ലെങ്കിൽ ആ പല ഭാഗങ്ങളിൽ C3a എന്ന് പറയുന്ന പ്രോട്ടീൻ, C4a, C5a കോംപ്ലിമെന്റ് ആക്ടിവേഷൻ രൂപപ്പെടുന്ന പ്രോട്ടീനുകൾ എന്തായിട്ട് മാറാറുണ്ട്? അനാഫിലടോക്സിനായിട്ട് മാറാറുണ്ട്. അനാഫിലടോക്സിൻ എന്ന് പറഞ്ഞാൽ ദേ ബൈൻഡ് ദെയർ കറസ്പോണ്ടിങ് റിസപ്റ്റേഴ്സ് ഓഫ് മാസ്റ്റ് സെൽസ് ആൻഡ് ബേസോഫിൽസ്. അപ്പം ഇത്തരം C3a, C4a, C5a എന്ന് പറയുന്ന കോംപ്ലിമെന്റ് സിസ്റ്റത്തിലെ പ്രോട്ടീനുകൾ മാസ്റ്റ് സെല്ല്, നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള സെല്ലാണ്, മാസ്റ്റ് സെല്ലിലും ബേസോഫിലിലും അറ്റാച്ച് ചെയ്യുന്നു. ദ ബൈൻഡിങ് കോസ് ദ റിലീസ് ഓഫ് ഹിസ്റ്റമീൻസ് ബൈ മാസ്റ്റ് സെൽസ് ആൻഡ് കോസ് അലർജിക് റിയാക്ഷൻ. അങ്ങനെ C3a, C4a, C5a എന്നീ കോംപ്ലിമെന്റ് പ്രോട്ടീനുകൾ മാസ്റ്റ് സെല്ലിൽ അറ്റാച്ച് ചെയ്യുന്നതോടുകൂടി മാസ്റ്റ് സെല്ല് ഹിസ്റ്റമീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കും. അത് പുറത്തേക്ക് അല്ലെങ്കിൽ
അതിൻ്റെ സർഫസിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ഹിസ്റ്റമിൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുക. ഈ ഹിസ്റ്റമിൻസ് ആണ് നമുക്ക് അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്നത്. അലർജിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ചില മരുന്നൊക്കെ നമുക്ക് ആൻറ്റിജനാണ്, ആൻറ്റിജനെ നശിപ്പിക്കാനായിട്ട് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അങ്ങനെ ആൻറ്റിബോഡിയോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന കോംപ്ലിമെൻ്റ് സിസ്റ്റത്തിലെ പ്രോട്ടീൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ പ്രോട്ടീനകത്തെ അധികം വരുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ പങ്കെടുക്കാത്ത പ്രോട്ടീനുകളായിട്ടുള്ള C3A 4A 5A തുടങ്ങിയവ മാസ്റ്റ് സെല്ലിൻ്റെ സർഫസിൽ അറ്റാച്ച് ചെയ്തിട്ട് പെട്ടെന്ന് അലർജിക് റിയാക്ഷൻ, നമ്മൾ നീര് വരിക, അല്ലെങ്കിൽ ശ്വാസം മുട്ടലുണ്ടാവുക, അല്ലെങ്കിൽ ചൊറിച്ചിലുകൾ ഉണ്ടാവുക, അങ്ങനെ നമുക്ക് അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഈ ഇത്തരം കോംപ്ലിമെൻ്റ് സിസ്റ്റത്തിലെ തന്നെ പ്രോട്ടീനുകളാണ്. അങ്ങനെ അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്ന പ്രോട്ടീനുകൾക്ക് പറയുന്ന പേരാണ് അനാഫിലാടോക്സിൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കോംപ്ലിമെൻ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, കോംപ്ലിമെൻ്റ് കാസ്കേഡ് തുടങ്ങിയ കാര്യം. ഇതിനകത്ത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഒന്നിലധികം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി 4 മാർക്ക് ക്വസ്റ്റ്യൻ എപ്പോഴും നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് കോംപ്ലിമെൻ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ടിൽ പടം കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റിൽ പടമുണ്ട്, അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ ഞാൻ ഇതിൽ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരിക്കുന്ന പടങ്ങളൊക്കെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ്. പടം വരച്ച് തന്നെ നമ്മൾ കോംപ്ലിമെൻ്റ് സിസ്റ്റം, അതായത് ആൾട്ടർനേറ്റീവ്, ലെക്റ്റിൻ, ക്ലാസിക്കൽ പാത്വേ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വേണം ഈ കോംപ്ലിമെൻ്റ് സിസ്റ്റത്തെക്കുറിച്ച് 4 മാർക്ക് ചോദ്യം ആൻസർ എഴുതാൻ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് ഓർത്തിരിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി ഇത് പഠിക്കുക. ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് വേണം അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ക്ലാസ്സിലുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.